السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله الصلاة والسلام على أشرف المرسلين وعلى آل كل منهم والصحابة أجمعين. أرحم الراحمين يا رب سبحانه وتعالى നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അമല് ചെയ്യാൻ പറ്റുമെങ്കിൽ വളരെ സുപ്രധാനമായ, വളരെ പ്രതിഫലാർഹമായ, വളരെയധികം ഫായിദകളുള്ള ഒരു അമല് പരിശുദ്ധമായ അനുഗ്രഹീതമായ മുഹറം മാസത്തിലെ ആശുറയുടെ രാത്രിയിൽ ചെയ്യേണ്ടുന്ന ഒരു മഹത്തായ കർമ്മം മഹത്തുക്കളായ സ്വാലിഹീങ്ങളായ മഹാരഥന്മാരിൽ നിന്ന് തഖീറത്തുൻ നുബുവ പോലെയുള്ള ഗ്രന്ഥങ്ങളിൽ കാണാൻ കഴിഞ്ഞ ഒരു അമല് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുകയാണ്. കഴിയുന്നവർ പരിശുദ്ധമായ മുഹറമിന്റെ അനുഗ്രഹീതമായ രാത്രിയിൽ ഓതുക. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ ഓതേണ്ടുന്നതിന്റെ രൂപം ഇങ്ങനെയാണ്. മഹാന്മാരായ സ്വാലിഹീങ്ങൾ പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മനാമിലായി വന്നുകൊണ്ട് പല മഹത്തുക്കൾക്കും പറഞ്ഞു കൊടുത്തിട്ടുള്ളതാണ്. എന്ത്? മൻ ഖറഅ ലൈലത ആശൂറ അശറ സുവരി മിനൽ ഖുർആനി. ലൈലത്ത് ആശുറ, മുഹറം 10 രാവ്, രാത്രി, ആരെങ്കിലും പരിശുദ്ധ ഖുർആനിൽ നിന്ന് ഈ പറയുന്ന സൂറത്തുകൾ 10ഓളം സൂറത്തുകൾ ഓതിയാൽ ഉഫിറത്ത് ദുനൂബുഹു ഇലൽ ആമി, ആ ഒരു കൊല്ലം അവനിൽ നിന്ന് വരുന്ന ദോഷങ്ങൾ, പാപങ്ങൾ മുഴുവനും അല്ലാഹു പുറത്തു കൊടുക്കും. വസലിമ മിനത് താഊനി, താഊൻ, പ്ലേഗ്, വസൂരി, കൊറോണ, കോവിഡ് പോലെയുള്ള മാരക ഭീകര രോഗങ്ങളിൽ നിന്ന് അല്ലാഹു അവന് രക്ഷ നൽകും. വസ്സിഹർ, മാരണം, സിഹർ എന്ന് പറഞ്ഞാൽ അറിയാലോ, അന്യവനെ ദ്രോഹിക്കാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും പൈശാചികമായ കേന്ദ്രങ്ങളിൽ, അമ്പലങ്ങളിൽ, തത്തുല്യമായ കേന്ദ്രങ്ങളിൽ പോയി സിഹർ ചെയ്യുക. മുസ്ലിമായ സഹോദരനെ, ഇനി മുസ്ലിം അല്ലെങ്കിൽ തന്നെ അവനെ നശിപ്പിക്കാൻ, ഇല്ലായ്മ ചെയ്യാൻ അത്തരം കുതന്ത്രങ്ങൾ, സിഹറുകൾ, മാരണങ്ങൾ ചെയ്യുന്ന ആളുകളുണ്ട്. അവർ വളരെ സൂക്ഷിക്കേണ്ടതാണ്. അവരുടെ അന്ത്യം ഒരിക്കലും നന്നാവുകയില്ല. അവർ ചെയ്ത ആ സിഹറിന്റെ തിക്തഫലം ദുനിയാവിൽ നിന്ന് അവർ അനുഭവിച്ച് ലോകത്തിന് പാഠമായിട്ടേ അവർ മരിച്ചു പോവുകയുള്ളൂ. അതുകൊണ്ട് വളരെ പേടിക്കേണ്ട ഒന്നാണ്. എത്ര വലിയ പകയും വിദ്വേഷവും മനസ്സിലുണ്ടെങ്കിലും ഒരാളോടും ഒരാളുടെ പേരിലും സിഹർ ചെയ്യാൻ പാടില്ല. അത് സബഉൽ മുബിഖാത്താണ്, വൻദോഷങ്ങളിൽ പെട്ടതാണ്. ഒരു കാലത്തും അല്ലാഹു പുറത്തു കൊടുക്കൂല. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. അതുകൊണ്ട് ഒരാളെ നശിപ്പിക്കാൻ, ഇല്ലായ്മ ചെയ്യാൻ സിഹർ എന്ന മാരണപ്പണി അമ്പലങ്ങളിൽ പോറ്റിമാരുടെ അടുത്തൊക്കെ പോയാൽ അവർക്ക് 10, 200, 300 രൂപ കൊടുത്താൽ അവരൊരു ചെറിയ പൊതിയിലാക്കി കൊടുക്കുന്നത് കൊണ്ടുവന്ന് സിഹറായി അത് പ്രവർത്തിച്ച് അത് വളരെ കുടുംബം ആർക്കാണോ ചെയ്യുന്നത് അവർ അനുഭവിക്കുന്നത് ധാരാളം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. വളരെ വലിയ പാതകമാണ്. ഒരിക്കലും അതുകൊണ്ട് അത്തരം സിഹറുകൾ ചെയ്യാൻ പാടില്ല. ഇനി സിഹർ ചെയ്താൽ തന്നെ ആരെങ്കിലും എവിടെയെങ്കിലും പോയി എന്ത് സിഹർ ചെയ്താലും വസ്സലിമ മിനത് താഊനി വസ്സിഹർ, അത്തരം മാരണപ്പണി നിന്നും അത്തരം സിഹറുകളിൽ നിന്നും ഈ പറയുന്ന രീതിയിൽ മുഹറം 10 ആശൂറയിന് ഖുർആൻ ഓതിയാൽ, സൂറത്തുകൾ ഓതിയാൽ അല്ലാഹു രക്ഷ നൽകും. ഒരിക്കലും ഒരു സിഹർ നിൽക്കൂല. വമിൻ ജമീഇൽ ബലാഇ, എല്ലാ ബലാഇനെ തൊട്ടും, വറുസുഖ സഅത റിസ്ഖി, ഒരു കൊല്ലം മുഴുവനും അല്ലാഹു അവന് റിസ്ഖിനെ അല്ലാഹു വിശാലമാക്കി കൊടുക്കും, ദാരിദ്ര്യം കൊടുക്കൂല. വഇദാ മാത ഫീ ആമിഹി, ഇനി അഥവാ കൊല്ലം അവൻ മരിച്ചാൽ ഖുതിമ അൻ യുഹ്സിനൽ ഖാതിമ, ഖുതിമ ലഹു ബിഹുസ്നിൽ ഖാതിമ, നല്ല ഈമാനുള്ള മരണം ഇത് ഓതുന്നവർക്ക് അല്ലാഹു നൽകുമെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് മഹത്തുക്കളായ
ധാരാളം മഹാന്മാർ സ്വപ്നത്തിലൂടെ മനാമിലൂടെ റസൂലുള്ളാഹി പറഞ്ഞുകൊടുത്തതായി നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അത് ഓതേണ്ട രൂപം ഇങ്ങനെയാണ്: 2 റക്അത്ത് നിസ്കരിക്കുക. തകൂനു ബഅദ സ്വലാത്തി റക്അത്തൈൻ, 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുക. മുത്തലഖൻ നിസ്കരിച്ച് ആ നിസ്കാരത്തിലായി സൂറത്തുൽ ഫാത്തിഹ വൽ ഇഖ്ലാസ് 3 ഫാത്തിഹ 3 ഇഖ്ലാസ് ആദ്യത്തെ റക്അത്തിൽ ഓതുക. രണ്ടാമത്തെ റക്അത്തിലും വകദാലിക സാനിയത്, രണ്ടാമത്തെ റക്അത്തിലും അങ്ങനെ തന്നെ ഓതുക. 3 ഫാത്തിഹയും 3 സൂറത്തുൽ ഇഖ്ലാസ് അല്ലാഹു അഹദ് സൂറത്ത് ഓതുക. ശേഷം ആ മുസല്ലയിൽ തന്നെ ഇരുന്നുകൊണ്ട് പരിശുദ്ധ ഖുർആൻ എടുത്ത് പരിശുദ്ധ ഖുർആനിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരുകൊണ്ട് അറിയപ്പെടുന്ന സൂറത്തു ത്വാഹ, എന്ന് തുടങ്ങുന്ന അത്യാവശ്യം ചെറുതല്ലാത്ത ഒരു സൂറത്താണ് സൂറത്തു ത്വാഹ. ആദ്യം ആ സൂറത്തു ത്വാഹ ഓതുക. രണ്ടാമത് സുമ്മ യാസീൻ, വിശുദ്ധ ഖുർആൻ ഖൽബുൽ ഖുർആൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശേഷിപ്പിച്ച സൂറത്തു യാസീൻ. ഈ നിയത്തുകളൊക്കെ വെച്ച് ഓതുക. മൂന്നാമത് സൂറത്തുൽ വാഖിയ, അറിയാലോ സൂറത്തുൽ വാഖിയ ദാരിദ്ര്യം ഇല്ലാതാക്കുന്ന സൂറത്താണ്. ഇനി നാലാമത് സൂറത്തുൽ മുൽക്ക്, അല്ലെങ്കിൽ തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്ക് എന്ന് തുടങ്ങുന്ന ആ സൂറത്ത് ഓതുക. അഞ്ചാമത് സൂറത്തുൽ അഅല, സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅല എന്ന് തുടങ്ങുന്ന സൂറത്ത് ഓതുക. ആറാമത് സൂറത്തുൽ ഇൻശിറാഹ്, അലം നശ്റഹ് ലക സദ്റക എന്ന തുടങ്ങുന്ന സൂറത്ത് ഓതുക. ഏഴാമത് സൂറത്തുൽ ഖദർ, ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ എന്ന സൂറത്ത് ഓതുക. എട്ടാമത് ആയത്താണ്, അത് ആയത്തുൽ കുർസിയാണ്, ഒരായത്തു കുർസി ഓതുക. ഒമ്പതാമത് സൂറത്തുൽ ഇഖ്ലാസ് അല്ലാഹു അഹദ് എന്ന സൂറത്ത് ഒരു തവണ ഓതുക. പത്താമത് സൂറത്തുൽ ഫാത്തിഹ, സൂറത്തുൽ ഫാത്തിഹ കൂടെ ഓതി ആ 10 സൂറത്തുകൾ പൂർത്തിയാക്കി അള്ളാഹുവിനോട് അതേ ഇരുത്തത്തിൽ ഇരുന്നു കൊണ്ട് അകമഴിഞ്ഞു ദുആ ചെയ്യുക. ആശൂറയുടെ രാത്രിയിൽ നാഥനായ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പഠിച്ചതനുസരിച്ച് അമല് ചെയ്യാൻ അല്ലാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇവിടെ പഠിപ്പിച്ചതുപോലെ ദോഷങ്ങൾ മുഴുവനും അല്ലാഹു നമുക്ക് പുറത്തു തരട്ടെ. മാരക രോഗങ്ങളെ തൊട്ട് അല്ലാഹു നമ്മളെ കാക്കട്ടെ. അന്യവന്റെ സിഹറിൽ നിന്നും മാരണ പ്രവർത്തനങ്ങളിൽ നിന്നും അല്ലാഹു നമുക്ക് സലാമത്ത് നൽകട്ടെ. നമ്മുടെ റിസ്ഖിൽ അല്ലാഹു വിശാലത നൽകട്ടെ. ഇനി അഥവാ മരിച്ചാൽ തന്നെ അല്ലാഹു നമുക്ക് ഹുസ്നുൽ ഖാത്തിമ നൽകട്ടെ. നല്ല ഈമാനുള്ള മരണം അല്ലാഹു നൽകട്ടെ. ഊസിക്കും ബിദ്ദുആ, നിങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരൻ ഇർഷാദുൽ ഖാദിരി, ഷാമിൽ അസ്ഹരി, കൊല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.